കോൾ ഉണ്ട്. കോളോ? അതെ, ഇന്റർനാഷണൽ കോൾ. ഇന്റർനാഷണൽ കോളോ? അവിടെ നിന്ന് മാറ്റുന്ന മാലിന്യങ്ങളിൽ കൂടുതലും റെയിൽവേ ഉപയോഗിക്കുന്ന അതായത് റെയിൽവേ സ്റ്റേഷനിലോ നമുക്ക് ട്രെയിനിൽ നിന്നോ കിട്ടുന്ന പല ഉൽപ്പന്നങ്ങളുണ്ട്. അതായത് റെയിൽവേയുടെ ബ്രാൻഡഡ് ആയിട്ടുള്ള കുപ്പിവെള്ളം ഉൾപ്പെടെ, മിനറൽ വാട്ടറിന്റെ കുപ്പിവെള്ളം ഉൾപ്പെടെ ഏറ്റവും കൂടുതൽ കിട്ടിയത് അത്തരം വസ്തുക്കൾ കൂടിയാണ്. അതായത് സ്വാഭാവികമായി ഒരു ട്രെയിൻ യാത്രയിൽ ഉപയോഗിക്കപ്പെടുന്ന സംവിധാനങ്ങളാണ്, കൂടുതൽ കാര്യങ്ങളാണ് നമുക്ക് അതിനകത്ത് നിന്ന് കിട്ടിയത്. ഷാജി അങ്ങനല്ലല്ലോ പറഞ്ഞത്. അപ്പോൾ നഗരസഭയുടെ ഇനിയുള്ള പരിശോധന എന്ന് പറഞ്ഞാൽ റെയിൽവേയുടെ മാലിന്യ സംസ്കരണം എങ്ങനെ നടത്തുന്നു എന്ന പരിശോധനയിലേക്ക് നഗരസഭ പോകാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. ഇന്നത്തെ ദിവസത്തിന് ശേഷം, നമുക്കറിയാലോ, ഈ സാഹചര്യത്തിന് ശേഷം നമ്മൾ അത്തരം കാര്യങ്ങൾ പരിശോധിക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. അതെ, ആദ്യം നീ നന്നാകാൻ നോക്ക്, എന്നിട്ട് മതി സ്വയം നന്നാകുന്നത്, കേട്ടാ. അതിനേക്കാൾ ഖേദകരമായ കാര്യം ഫീക്കൽ വേസ്റ്റ് അടക്കം നമുക്കറിയാം വാഷ് ചെയ്തതിനു ശേഷം ഈ തോട്ടിലേക്കാണ് ഇറങ്ങിപ്പോകുന്നതെന്നാണ്. കാരണം STP സംവിധാനങ്ങളൊന്നുമില്ല. അപ്പോ അതടക്കമുള്ള കാര്യങ്ങളിൽ കൂടുതൽ പരിശോധനയും കൂടുതൽ നിയമപരമായ നടപടിയിലേക്കും നഗരസഭ കടക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. ഇത്രയേറെ മാലിന്യങ്ങൾ ഒഴുകി വന്നത് ഈ നഗരസഭ വഴി തന്നെയല്ലേ എന്താ ഉറക്കം വരുന്നു. എന്നാ പിന്നെ ഞാൻ മറ്റേത് ഏത് സ്വാഭാവികമായിട്ട് നമുക്കിത് ഇത്രയും മാലിന്യം പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു വ്യക്തി അല്ലെങ്കിൽ ഒരു സ്ഥാപനം എന്നൊക്കെ നമ്മൾ ഇപ്പൊ കാണുന്ന ഒരു രീതിയിൽ തന്നെ നോക്കിക്കഴിഞ്ഞാൽ റെയിൽവേക്ക് അതിനുള്ള ഒരു സംവിധാനവും ഇല്ല. നായയുടെ വാല് 12 കാലം കുഴലിലിട്ടാലും അത് വളഞ്ഞെന്നിരിക്കും അല്ലേ? എന്താണ് കൂട്ട റെയിൽവേയുടെ ഭാഗത്തുനിന്നുണ്ടായ സമീപനം എന്താ? രാത്രി നമ്മൾ 3-4 പ്ലാറ്റ്ഫോമുകൾ ഒഴിവാക്കി തരണമെന്ന് പറയുമ്പോഴും അവിടെ നിരന്തരം ട്രെയിൻ കൊണ്ടിടുകയും നമുക്ക് പല ഘട്ടങ്ങളിലായി പല കാര്യങ്ങളും ചെയ്യാൻ കഴിയുന്നതിൽ തടസ്സം വരുന്നു. തള്ളി വീട് വരെ എത്തിക്കണേ. എങ്ങനെയെങ്കിലും ഇവനെ ഒതുക്കിയേ ഈ കേസിൽ നമ്മൾ ഒതുങ്ങേ ഉള്ളൂ. തൽക്കാലം ഇത്രയും മതി, വരട്ടെ.